അവനെന്നാ പ്രശ്നം എന്നാ? ഫയർ ഗേളോ? വീട്ടിലാരൊക്കെ ഉണ്ട് ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അറിഞ്ഞ പുറഞ്ഞ് വിളിക്കും കേട്ടോ, എന്നാ അറിയാൻ പാടില്ല. അതിനോട് കഴിക്കാൻ കൊടുക്ക്. പിന്നെ കഴിക്കാൻ കൊടുക്കുന്ന ഇരുത്തിയാ മതിയല്ലോ. പ്ലീസ് വിടായിരിക്കും. എടാ നമ്മള് ബിആർ ആണ് കളിക്കുന്ന എംപി മാച്ചാണോ? എടാ റാങ്ക്ഡ് കളിക്കാൻ പറ്റുമോ? ബിആർ കളിക്കാം. എന്നാ ബിആർ കളിക്കാം. ഗ്രാൻഡ് മാസ്റ്റർ അല്ലേ? ഒരു ഗ്രാൻഡ് മാസ്റ്റർ വന്നേക്കുന്നു. എടാ നീ റാങ്ക് കുറച്ചില്ലേ, നിന്നെ ഇനി കളിക്കാൻ കൂട്ടൂല ഇൻട്രോവേട്ടാ, നോക്കിയോ. എനിക്ക് കുറയ്ക്കാകത്തില്ല. നീ ഞങ്ങളുടെ കൂടെ എംപി മാച്ച് റാങ്ക്ഡ് കളിക്കും, അപ്പൊ നീ കുറയും. ഓക്കെ, ഇറങ്ങി അപ്പുറത്തുനിന്ന് വിളിക്കേ. അതല്ലേ പ്രശ്നം. ആ ബിആർ വിളിച്ചോളൂ ഇനി. ഈ ഗോസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ആണോ ആവാ? എല്ലാരും ഉണ്ടല്ലോ. ഇച്ച വരുന്നില്ല. ആ എടാ ഒന്ന് പറഞ്ഞൊക്കെ പോണ്ടേ? രണ്ടെണ്ണം ഞാൻ എടാ വിളിക്കുന്നുണ്ട്, ഞാൻ പറയുമ്പോഴേക്കും വരണ്ടില്ല. എടാ ഇൻട്രോവേട്ടെ, ഇവൻ ഈ ട്രിക്സ്റ്ററെ രാജാവാക്ക്. അവനാണ് ലെവല് കുറവായ കാരണം വല്ല ബോട്ടും കളിക്കാൻ കിട്ടും. തുടങ്ങ് നീ തുടങ്ങ്, ബാക്കി ഞാൻ തുടങ്ങിയിട്ട് പറയാം. ആ ടൈസണാ ചാടിക്കണ്ട കേട്ടോ. ടൈസൺ ഒരു ചാട്ടക്കാരനാന്ന് സിയോടിക്ക് വരെ മനസ്സിലായി. അതല്ലേ പറയുന്നേ. എടാ നിന്റെ വായിൽ നീ വല്ല അരി ഇട്ടേക്കുവാണോ? നിനക്ക് മിണ്ടാൻ പറ്റത്തില്ലേ? ഓ പനി നിനക്ക് ചാവോടാ. എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇപ്രാവശ്യം സംഭവം ചെയ്തത്. ഓക്കെ, ഇൻട്രോവേർട്ട് പറയുന്ന പോലെ ആട്ടോ കളിക്കുവാ. എങ്ങനെയാ കളിക്കണ്ടേ, എവിടെയാ പോണ്ടേന്നൊക്കെ പറഞ്ഞോടാ. ഇത് ചാട്ടം മാറ്റുന്നത് ഒരാളുടെ ഇതിനോട് ചോദിക്കുക എവിടെയാ ചാടേണ്ടത്, ഉണ്ടാവും പറയുന്ന സ്ഥലത്ത് ചാടുക. എനിക്ക് എടുത്തേട്ട കൂടുതൽ, എനിക്ക് കുറച്ച് എടുത്തേട്ട കൂടുതലേ കുഴപ്പം. ഇതാരാ ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന? ആരാ ബഹളം? ഞാൻ ഇവിടെ സമ്മതിക്കല്ല, എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതാ. ഇൻട്രോവേർട്ട് പറയുന്നതാ. വലിയ കളി കളിച്ചാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നത് ആണോ? പറയുന്ന വിളിക്കാൻ പാടില്ലെന്നോ, അതൊരു വഴിക്ക് പോകുമ്പോ എവിടെയാ അത് വെടിവെക്കാൻ പോവോ? എന്നതാ ഏതാ വിളിക്കാൻ പാടില്ല ബ്രോ, അതും വെടിവെക്കാൻ പോകുമ്പോ. ചാടേണ്ട സമയം പറഞ്ഞാൽ മതി, ഞാൻ അപ്പൊ ചാടുന്നതായിരിക്കും. 1000 ആകുമ്പോ ചാടി എത്തൂലടാ. ചാടി ചാടിക്കോ പറഞ്ഞ ചാടിക്കോന്ന് പറഞ്ഞത് ഫയറങ്ങളാണല്ലേ. എങ്ങോട്ടേ കൊണ്ടുപോകുന്നത്? ഞാൻ വലിയൊരു വീട് കണ്ട് വലിയ വീട്ടിലോട്ട് പോകും. വലിയ വീട് നീയാണോ വലിയ വീട്ടിലെ കുട്ടി? അല്ല പിന്നെ ആ വലിയ വീട്ടിലെത്തനിച്ച് ആ കുട്ടി
മതിയല്ലേ? എന്നാ വേണ്ട, ഞാൻ മാത്രം കളിച്ചാ പോയത്. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ആയിരിക്കും. ഓ അത് നേരെ അവൻ പറഞ്ഞത്, അവനെ ആക്കൊന്നും വേണ്ട. പറഞ്ഞത് പോയിന്റ് ആണ്, എങ്കിൽ കൂടെ അങ്ങനെ പറയാമോ മുഖത്തടിച്ച പോലെ? അവൻ നോക്കിയിട്ട് പറഞ്ഞിട്ടും പറയാണ്ടിരുന്നിട്ടും വലിയ ഉപകാരം ഒന്നുമില്ല, എന്നാ പിന്നെ പറഞ്ഞേക്കാന്ന്. എന്റെ ടൈസ, നീ മറ്റേ മൈക്ക് ഓഫ് ആയിക്കോ. ഇവിടെ തുമ്മലും കൊറേ ക്ഷയമാണോ നിനക്ക്? തുമ്മലല്ല, ചുമ. ഞാൻ ആലോചിച്ചിട്ടേ മോളം പോവും. ഇവിടെ തന്നെ നൽകിയ എന്തായാലും അഭിപ്രായം ഇല്ലെങ്കിൽ ബ്രോ. ലീവ് എടുത്തതിന്റെ അവസാനം ആളില്ല ഒന്നാമത്. പക്ഷെ അങ്ങനെ പറയാതെ നിങ്ങള് അവിടെ ഈ ഗാലിബിലി അല്ലെങ്കിൽ ഡ്യൂട്ടിയുടെയും തേങ്ങയുടെയും കാര്യം മറക്കാനാ ഇത് കളിക്കാൻ കയറുന്നത്. അവിടെയും ഡ്യൂട്ടി. എന്തൊരു കഷ്ടമാണ് എന്റെ ദൈവമേ. വീട്ടിലിരിക്കുന്ന എന്തോ എന്നവനെ ബാക്കിൽ ഇരുന്ന് മിണ്ടുന്നത് ഈ ടൈസന്റെ ആരാടാ അത്? മാറിയിരിക്കട്ടെ അവിടുന്ന്. ശല്യം ആൾക്കാർ നടക്കുന്ന ഒച്ച കേൾക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ഇവിടെ എന്റെ ചെവി പോയെന്ന് തോന്നുന്നു. മൈക്ക് ഓഫ് ആക്കടാ നിന്റെ. ഇവിടെ ആരും ഉണ്ടല്ലോ. ബോട്ടാണോ? ബോട്ടല്ല, നീ തന്നെയാണ്. അതാണ്ട് ആള് മൂട്ടിയിരുന്ന കൂടിയേക്കുന്നത്. എനിക്ക് വെടിയൊക്കെ നിന്ന് കേൾക്കാൻ വയ്യ. എനിക്കറിയാൻ പാടില്ല നിന്റെ വർത്തമാനം. ഓ കോമഡി എന്താ അറിയോ? നമ്മള് ടൈസണൊക്കെ കളിക്കുന്നത് ഓക്കെ, എന്നും തോക്കുമായിട്ട് ആൽബി കറക്റ്റ് നമ്മുടെ കൂടെ തന്നെ കളിക്കാൻ വരും. എന്ന് വെച്ചാ ഒരു കളി പോലും നമ്മൾ ജയിക്കൂല, പക്ഷെ ആൽബി നമ്മുടെ കൂടെ എന്നും കളിക്കാൻ കയറും. അത് ഞാനല്ലോടാ. അതെന്തിനാണ് നീ കളിക്കാൻ കയറുന്നേ? ഞങ്ങളിങ്ങനെ വെറുതെ കളിക്കുവല്ലേ. ഐ മീൻ ടു സേ ജയിക്കൊന്നുമില്ലല്ലോ, ചുമ്മാ കളിക്കുവല്ലേ. നീ എന്തിനാ അപ്പൊ ഞങ്ങളുടെ കൂടെ കളിക്കാൻ കയറുന്നേ? കളി ജയിക്കൊന്നുമില്ലല്ലോ. ആണോ? അല്ലടാ, ഈ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് മസിൽ പിടിച്ച് ഭയങ്കര കില്ലെടുക്കാനും ജയിക്കാനും റാങ്ക് പൂഷ് ചെയ്യാനും അങ്ങനത്തെ കളിയല്ലേ. അല്ല, നമ്മൾ ഈ ഒരു ഫണ്ടിന് വേണ്ടി കളിക്കില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. ഇത് ഞാൻ അടിച്ചടിച്ച് കളിച്ചതല്ലേ. ഞാൻ അതെ, അല്ല ഞാൻ പറഞ്ഞു നിന്റെ ഇതല്ല പറഞ്ഞത്. നീ എന്നും നമ്മുടെ കൂടെ എന്നും തോക്കുന്ന നമ്മുടെ കൂടെ എന്തിനാ കളിക്കുന്നതെന്ന് ചോദിച്ചത്, ക്യൂരിയോസിറ്റി ചോദിച്ചതാ. കളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നീ കളിക്കണം, അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ കൂടെ കളിക്കാൻ. എനിക്കൊന്നും കേക്കാൻ വയ്യ കേട്ടാ. എടാ, നിന്റെ അടുത്തിരിക്കുന്ന ആള് സംസാരിക്കുന്ന കാരണാണ്. അങ്ങനല്ല, എവിടെ ഒരു K9 യൂണിറ്റ് അവിടെയാണോ? അതെന്റെ ആളാ, അതെന്റെ ആളാ. ഞാൻ അടിച്ചോണ്ടിരിക്കുമ്പോ 3 കില്ല് അസിസ്റ്റ് ചെയ്തു. കൊണ്ടുപോയി ഞാൻ ഉടനെ കൊണ്ടുപോകണോ? എടാ, നിന്റെ അനിയൻ അപ്പുറത്തുള്ളവരെ കൊല്ലുവോ? ഫ്രീസറിലോ? ഞാൻ ഫ്രീസർ ഫ്രീ ഫയർ ഉദ്ദേശിച്ചത്. ഫ്രീ ഫയർ ഞാൻ കേട്ട ഫ്രീസർ. ഇപ്പൊ ഒരു ഫാഷൻ ആണല്ലോ ഫ്രീസറൊക്കെ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയതാ ഫ്രീസറോന്ന്. അവൻ COD കളിക്കുന്നേ. എനിക്കിഷ്ടല്ല, കാർട്ടൂൺ കൂട്ടിയിരിക്കുന്ന ഗെയിമാണ്. COD മറ്റേ CODയിലെ ഒരു സാധനമല്ലേ ഈ ഫ്രീ ഫയർ? ആണ്.
അല്ല അങ്ങനെയല്ല ചോദിച്ചു, ഇവള് ചോദിച്ച ഫ്രീ ഫയർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു മോഡില്ലേ നമുക്ക്, ഫ്രീ ഫോർ ഓൾ, അതാ ഉദ്ദേശിച്ചുള്ളൂ. അത്ര വിവരമൊക്കെ ഉള്ളൂടാ. ആ അതാ അത് ഇൻട്രോവേർട്ടിന് മനസ്സിലായി കാണും. അതുകൊണ്ടാ ഈ ഫയർ അങ്കിളിനെയും കെട്ടി ഞാനിങ്ങനെ ഇരിക്കുന്നത്. എല്ലാരും 4 വഴിക്കൊക്കെ ഉള്ളേ. ഈ സൗണ്ട് എന്താ കേൾക്കാത്ത എനിക്ക്? എടാ നീ ആപ്പിന്ന് ഇറങ്ങിയിട്ട് കേറി വന്നാല് സ്നൈപ്പർ കിടപ്പുണ്ട്. ഓ എന്റെ ഫാൻസ് എന്നോട് ഒരു സ്നൈപ്പർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ സ്നൈപ്പർ? അങ്ങനെയാണെങ്കിൽ പിന്നെ മൂലക്ക് നോക്കി ഇപ്പൊ അത്രേ കിടക്കത്തുള്ളൂ. ഞാൻ എന്തേലും ചെയ്തോളും. അതേ ചെയ്യത്തുള്ളൂ, എന്തേലും അത് മാത്രമേ ചെയ്യത്തുള്ളൂ. എന്തേലും ചെയ്തില്ല അത് മാത്രമേ ചെയ്യത്തുള്ളൂ. നിനക്കൊന്നും കേക്കാൻ പറ്റുന്നില്ലെന്ന് രാവിലെ പറഞ്ഞേ. നീ ബദ്രനായി പോയടാ, ബദ്രൻ. അതെന്താ സാധനം? കഴിക്കുന്നതല്ലേ ആള്? ബദ്രൻ എന്ന് പറഞ്ഞ ചെവി കേൾക്കാത്ത ആളല്ലേ? ആ കറക്റ്റാ. തോക്കെടുക്കാൻ പറ്റുന്നില്ല, റേഞ്ച് ഇല്ലാണ്ടായി കാണും. എന്റെ പൊന്നിച്ച, ഇത് നോക്കിയേ, ഈ വീഡിയോ ഞാൻ എങ്ങനെയാ അപ്ലോഡ് ചെയ്യുക? സൗണ്ട് ഇട്ട് തുടങ്ങിയത് തല ഈ ടൈസന്റെ അപ്പുറത്തിരിക്കുന്ന ആരോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ അത് തരൂല. ആരെടുത്തേ? പട്ടിക്ക് എല്ലാം കഷ്ണം കിട്ടിയ പോലെ. ചുമ്മാ ഞാൻ എന്റെ നായിനെ വിട്ടത് പിന്നെ ചുമ്മാതാ ഒന്നതിനെ. അതേ അടുത്ത് നമ്പർ 4 ആരാ? അവനങ്ങ് ഉള്ളില്, ഇതിന്റെ ഉള്ളില് മറ്റേ അനങ്ങാനോ? എടാ നിന്റെ ആരാടാ വർത്താനം പറയുന്നേ? ഇതെങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമല്ലോ ടൈസ. ഇത് നമ്മള് ജയിക്കില്ല, മൊത്തം ബോട്ടോട്ടല്ലേ കളിക്കുന്ന. അതെ, നിന്നെ കൂട്ടിയതാ പറ്റിയത്. എന്താ ജയിക്കുന്നുള്ള ഉറപ്പല്ലേ? മതി, ബോട്ടിന്റെ കൂടെ പോലും ജയിക്കൂല ഒരിക്കലും. അതെ, ഓട്ടാക്കണ്ടായിരിക്കും. എടാ ടൈസ പോലെ അടുത്ത കളിയാകുമ്പോഴേക്കും അടുത്ത ആരും മിണ്ടാത്തടത്ത് പോയിരുന്നോണം കേട്ടോ. എനിക്ക് വയ്യ ബ്രോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും എന്റെ കെട്ടിയോനും വരെ രണ്ടിടത്താ ഇരിക്കുന്നേ, ഒച്ചയായ കാരണം. അതെ, ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നിടത്തോട്ട് പോവാണേ. അയ്യോ, ഞങ്ങളെ വിളിക്കാതെ ഞങ്ങള് ഫാമിലെത്തി. ഇത് ഫാമിലെടുത്തു നമ്മള്. ഇത് നടന്നു പോകുന്ന വഴി. ഇതാരാ? ടൈസന്റെ കൂടെയാ പോന്നേ. നൈസ്. അതെ, ഇവിടേക്ക് ആരോ വന്നു പോയതാ കേട്ടോ. ഓഫീസിലാ മാറി ലോങ് ഷോട്ട് അടിക്കാൻ പോവാ. എന്താ അതൊക്കെ ഒരു കള്ളം പറയുന്നു. അവരൊക്കെ റിവൈവായിട്ട് വരും. എടാ നമ്മൾ എങ്ങോട്ടാ പോണ്ടേ? എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇൻട്രോവേട്ടെ, നമുക്ക് ഈ വൈൽഡ് കാർഡ് കിട്ടൂലേ? അതിന്റെ യൂസ് അത് തന്നെത്താനെ യൂസ് ആയിക്കോളുവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോ? ആ ഓക്കെ, അതെ ചോദിച്ചതാ. ആ ഒരുമാതിരി അപ്ഡേറ്റ് തന്നിട്ടേ ഇത് എന്നെ വർക്കാവുന്നതെന്ന് മനസ്സിലാവണ്ടേ. അതിന്റെ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ആ ടൈസനെ അവിടെ കിട്ടി. എന്റെ ടൈസൺ നീ അവിടെ നിൽക്കുവാണോ?
ഞാൻ ഇവിടെ നോക്കിയിരിക്കുക ആരെ ആരെങ്കിലും ഉണ്ടോന്ന് ആരെ കിട്ടില്ല നോക്കിയ ഷീൽഡടി എടാ ഒരു ഡ്രോപ്പ് കണ്ടിട്ടുണ്ട് 30-ല്. എല്ലാരും അപ്പോഴത്തേക്ക് അവിടെ നോക്കാൻ പോയി. എൻ്റെ അടുത്തല്ലേ സ്നൈപ്പർ ഉള്ളത്, ഞാൻ വരാം. നോക്കാൻ ഈ പറ്റിയ റൈറ്റൊക്കെ 16-ലുണ്ട്. റൈറ്റൊക്കെ AMR സോണിക്കാറാ സോണിലല്ലേ നമ്മള്? ഓ സോൺ ചെറുതായോ? അല്ല ചെറുതായി. ഈ ഒന്നാമൻ ഏത് ഗുദാമി പോയി കിടക്കുവാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നാമൻ ഞാൻ, അടുത്തത് ഞാൻ. പണം നല്ല സുന്ദര അടി കിടക്കുന്നല്ലോ. യാറത് എടാ വെറുതെ പോയി വീഴാൻ നിക്കല്ലേ. ഞാൻ സോണിലെത്തിയ നമ്പർ എൻ്റെ അടുത്തായിരുന്നു എനിമികൾ. 340-ൽ ഒരു ഡ്രോപ്പ് ഇപ്പൊ വീഴുന്നുണ്ട്. ഓക്കെ. ഡ്രോപ്പിന്റെ അടുത്ത് ആൾക്കാർ കാണുന്നു. ആണോ? അതിൽ നിന്നൊക്കെ എന്തെടുക്കാനാ ഇവര് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അത് കണ്ണിട്ട് നല്ല ആള് നമുക്കുള്ളത് കണ്ണല്ലേടാ കിട്ടുള്ളൂ. എടാ ആളെന്ന് പറയാ. അയ്യോ ആള് ഫുൾ ആള്. എന്റെ അമ്മേ നിങ്ങളൊക്കെ ആള്. ലാസ്റ്റ് ടൈസൺ മാത്രം രക്ഷപ്പെടും, അണ്ട് അവനോട്ട് രക്ഷിക്കൂല. അങ്ങനത്തെ ചെറ്റ അവൻ. നന്ദിയുണ്ട് സഹോദരി. അവിടാണോ മണ്ടക്ക് നടി? ഓക്കെ. പിന്നെ സ്നൈപ്പർ എവിടെ? സ്നൈപ്പറിനെ കൊണ്ട് എന്തെങ്കിലും വേറെ ഉണ്ടോ? എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഒരു കങ്കാരുവിന്റെ കുഞ്ഞുണ്ട്, അവൻ നിലത്തല്ല അയക്കുന്നത്. ഉരുപ്പ് അവിടെ എന്താ പുകയിട്ടതാരാ? എവിടെ? അവൻ മാഞ്ഞു പോയി. അതിനിപ്പോ എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ. ഞാൻ പാറയുടെ അടിക്ക് ഒളിച്ചു. അടിക്കുന്നുണ്ടോ? എടാ ഓർഡർ ടൈസ. എടാ ടാങ്കിനെ നമുക്ക് കൊല്ലാൻ പറ്റൂല. എടാ ഇവിടെയാണോ വരുന്നേ? എന്റെ ദൈവമേ, എന്നെ കൂടെ കൊല്ലിക്കാൻ വേണ്ടിട്ട്. ഹലോ ഇറങ്ങി പോടാ പിത്തക്കാടി. എടാ ബസൂക്കോണ്ട് അടിച്ച വീഴുവോ? അവനിപ്പോ ടാങ്ക് ഓഫ് ആക്കിയായിരുന്നു. അത് ടാങ്കിൽ നിന്ന് ഇറങ്ങാനാണോ? അവൻ ഇറങ്ങിപ്പോയി. അവനെ പട്ടി അടിച്ചു. പട്ടി കടിക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള. കൊന്നോടാ അവനെ. ടൈസൺ വീണു. അത് ഇച്ചയാണല്ലോ. ഞാൻ വരികയാണ് ഗൈസ്. വാ വാ. ഞാൻ സ്മോക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടെ വരികയാണ് കേട്ടോ. ഒരാളെ റിവൈവ് ചെയ്യാ. ഞാൻ ചെയ്യുന്നുണ്ടേ. ഞാൻ മരിക്കാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഇല്ല മരിച്ചില്ല. ഞാൻ വിളിക്കാന് സോണി പോവാ. അവര് വരട്ടെ. ആളുണ്ടായിരുന്നു. ഒരാൾ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് കയറി പോന്ന കണ്ടു. എടാ ഞാൻ പുറം സൈഡ് പിടിച്ചു പോവാ. പുറം സൈഡ് പിടിച്ചോ. ആണ്ടെ നമ്മൾ എക്സ്പോസ് ആയോ? ഞാൻ ഏതാന്ന് എടാ ഇൻട്രോവേർട്ട്, നീ കുറച്ച് അടുത്തോട്ട് വരാവോ? ഇതൊരുമാതിരി ഫാമിന്റെ കണ്ടത്തിലാണോ? 75 അടി അറിഞ്ഞൂടാ. എനിക്ക് നെറ്റും കിട്ടുന്നില്ല. 60 ആളെ
അവിടെ തീയൊക്കെ കാണുന്നുണ്ടല്ലോ. ആളുണ്ട്, ഫുൾ ആളുണ്ട്. ഞാൻ മിസൈൽ വെച്ചിട്ടുണ്ടേ. മിസൈലോ? ലോഞ്ചർ. ഞാൻ നായിനെ വിട്ടിട്ടുണ്ട്. അവിടെ ആരെ പൊകിയിട്ടെ? അവരുടെ അടുത്താ? നമ്മുടെ അടുത്ത് ആളുണ്ടല്ലോ. എന്റെ അമ്മേ, ഇച്ചിരി മാറി നിൽക്കാമോ? എട്ടരപ്പൊട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. താപ്പട്ടോ? ഞാൻ വീണ്ടും പണം. എടാ നിനക്ക് എഴഞ്ഞിറങ്ങാനാവോ? എങ്ങോട്ടാ വരണ്ട? പുറകോട്ട് എന്റെ സൈഡിലോട്ട്. ഇങ്ങോട്ടാ എടുക്കാതില്ല. ട്രിക്സ്റ്റർ മൂഞ്ചി. വേണ്ടല്ലോ. 6 പേരേ ഉള്ളൂ, നമ്മള് 3 ഉണ്ട്. വെയിറ്റ്, ഞാൻ മറ്റേ സാധനം കൊണ്ടുവെക്കട്ടെ. ഓക്കെ. ഓ അറിഞ്ഞും ട്രിക്സ്റ്റർ അറിയുവാണല്ലോടാ. എടാ സോണ് ചേർന്നാവേ. അടിയാനാ ഒന്ന് ഡയറക്ഷൻ പറയടാ. 54. കള്ള നായി അവിടെ ഇരുന്ന് എന്റെ നെഞ്ചത്തോട്ട് എറിയുന്നു. ലെഫ്റ്റിന്ന് പുഷ് ചെയ്യ്. ലെഫ്റ്റിന്ന് സൈഡിൽ അടിച്ചു പോകും. പോയതാടാ. അവിടെ കറങ്ങിപ്പോ നോക്ക്. ഒന്നുകൂടെ അവൻ അപ്പോഴും അവിടെ ഫോക്കസ് ആയിരിക്കും. അല്ല, അവൻ എന്നെ കണ്ടു. ബാക്കിൽ പേടിക്കാൻ നോക്ക്. അവിടുന്ന് അവൻ എന്നിട്ട് എന്നെ എറിഞ്ഞു എന്തോ സാധനം. പക്ഷെ കിട്ടുന്നില്ല. നിങ്ങളെ ഫ്രണ്ടിൽ നടി, ശരി ബാക്കിൽ നടി. അതെ, സൂക്ഷിച്ചോളെ. അവൻ അടുത്തിരുന്നുണ്ട്, സൂക്ഷിച്ച്. എവിടാ അവര്? എവിടെയാടാ നമ്മളിത്? അടിയാവന ഇല്ലാണ്ടാക്കാവന പടമാക്കാവന. കൊരങ്ങന്റെ കുഞ്ഞം കണ്ടവൻ ചാടിപ്പോയല്ലോടാ. സ്മോക്ക് തീർന്നു. ഹേ, ഞാൻ മറ്റേ സാധനം വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ മറ്റേ സാധനം വെച്ചിട്ടുണ്ട്. ഒരാളും കൂടിയാണോ ഉള്ളേ? അല്ല, 2 പേരും കൂടി ഉണ്ട്. ചാടി അടിച്ചോ. നോണ്ടാണ് നിങ്ങളെ ഫ്രണ്ടിൽ തന്നെ അടിച്ചോ. അത് തന്നെ പട്ടിയടിക്കുന്ന ക്യാപ്പിൽ കയറിച്ചില്ലേ? ഡയറക്ഷൻ എന്ന് പറയും. ഡയറക്ഷൻ ആണോ? എന്റെ അടുത്തുണ്ടവൻ. എന്റെ അടുത്തുണ്ട്. ഇവിടെ എന്നെ എടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ എടുക്കാം. ഓ, ഇച്ചിരി കാണുന്നില്ലല്ലോ. നീ എടുക്കണോടാ? ബുള്ളറ്റ് അയ്യോ എന്റെ ബുള്ളറ്റ് തീർന്നു. ഇവരൊക്കെ എവിടെയാ? അയ്യോ ഡ്രോപ്പിന്റെ അടുത്ത്. അത് വെച്ചോ. ഓടിക്കോ. അയ്യോ, മരിച്ചത് കളിയായിരുന്നു. പക്ഷേ ഒരാളും കൂടെ ഉണ്ടായിരുന്നുള്ളു. ഇൻട്രോവേർട്ട് എപ്പോഴാ മരിച്ചേ? ബുള്ളറ്റ് ഇല്ലാണ്ടായി പോയല്ലേ? നൈസ് കളിയായിരുന്നു. പക്ഷെ നല്ല കളിയായിരുന്നു.